ഹായ് ഫ്രണ്ട്സ്, സെൻട്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നമ്മളുടെ ഒരു അനുഭവമാണ് പറയുന്നത്. സാധാരണ നമ്മൾ ഒരുപാട് ടൈപ്പ് പച്ചമുളകുകൾ കൃഷി ചെയ്യാറുണ്ട്. എന്നാൽ കീടശല്യം വളരെ കുറവുള്ളതായിട്ടും എന്നാൽ കുരുടിപ്പും എല്ലാം വളരെ കുറവ്, എന്നാൽ നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു ഇനം പച്ചമുളകാണ്. ഇത് സെറാമുളക് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് കൃഷി ചെയ്യുവാണെങ്കിൽ എത്ര കൃഷി അറിയാത്തവർക്കും നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കും. അത് ഈ ഇനത്തിൻ്റെ തന്നെ പ്രത്യേകതയാണ്. സാധാരണ കുരുടിപ്പും മുരടിപ്പും ഒക്കെ ഒരു പച്ചമുളക് ചെടിയെ ബാധിക്കുവാണെങ്കിൽ അത് അതിൻ്റെ വിളവിനെയും ബാധിക്കും. എന്നാൽ സെറാമുളകിൽ നമ്മൾ കണ്ടുവന്നത് ഇപ്പോൾ ചെറിയ രീതിയിൽ മുരടിപ്പൊക്കെ ഇതിനും വരും, എന്നാലും ആ മുരടിപ്പിൽ നിന്നുകൊണ്ട് തന്നെയാണെങ്കിലും നല്ല രീതിയിൽ വിളവ് ലഭിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു 2 പച്ചമുളക് തൈ വെക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിളവും ഇതിൽ ഒരു തൈ വെച്ച് കിട്ടുന്ന വിളവും ഏകദേശം ഒരുപോലെയായിരിക്കും. അതായത് നല്ല രീതിയിൽ വിളവ് ലഭിക്കും. മാത്രമല്ല ഇത് പച്ചമുളക് പറിച്ച് 2 ആഴ്ച വരെ നമുക്ക് കൂടുതൽ കേടില്ലാതെ സംരക്ഷിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയാണ്. നമ്മൾ പച്ചമുളക് നടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഗ്രോ ബാഗ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നടുന്നതെന്നുള്ള രീതി കാണിച്ചു തരാം. ഇത് ഈ ഗ്രോ ബാഗിലാണ് നമ്മൾ പച്ചമുളക് കൃഷി ചെയ്യാൻ പോകുന്നത്. ഈ ഗ്രോ ബാഗ് കണ്ടോ, ഇത് ഞാൻ കിലോയ്ക്ക് 280 രൂപ നിരക്കിൽ തൂക്കി വാങ്ങിച്ചതായിരുന്നു നമ്മുടെ പത്തനംതിട്ട ഒരു കടയിൽ നിന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതും നമ്മൾ കിലോയ്ക്ക് തൂക്കി വാങ്ങിച്ചതാണ്. ഇത് കുറച്ചും കൂടെ കട്ടി കുറവാണ്. ഇതിനകത്താണ് നമ്മൾ വെക്കുന്നത്. അപ്പം സാധാരണ പുളിപ്പ് കളഞ്ഞിട്ടുള്ള മണ്ണിൽ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും കൂടെ അടിവളമായിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഗ്രോ ബാഗ് നിറച്ചിട്ടുള്ളത്. കുറച്ച് സ്യൂഡോമോണസും കൂടെ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇത് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിത് നടുന്നത് ഈ ഒരു ഗ്രോ ബാഗിൽ 2 എണ്ണമാണ് ഞാൻ നടുന്നത്. 2 ചെറിയ കുഴി എടുക്കുന്നു. ഇത് കണ്ടോ, നമ്മൾ ഇതുപോലെ ട്രെയിൽ മുളപ്പിച്ചത് വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡ്രൈ ആണെങ്കിലും അല്ലെങ്കിലും നടുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പ് ഇത് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഡയലൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഇതങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കും നടുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പ്. അപ്പോഴത്തേന് ഇതങ്ങ് സെറ്റാകും. രോഗപ്രതിരോധ ശേഷി ചെടികൾക്ക് വരുന്നതിനും കീടബാധയെ തടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നത്. ഇത് ഓൾറെഡി ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ തൈ പറിച്ച് നടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിൽ വാമിടും. വാമിനെ പറ്റി ഞാനിപ്പം 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഇതെവിടെ കിട്ടും, ഇതിൻ്റെ ഡീറ്റെയിൽ പറയുമെന്ന് പറഞ്ഞ് കുറച്ച് കമൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ ഇടാവേ. ഏകദേശം ഒരു 2 ഗ്രാം ഒരു കുഴിയിൽ വരുന്ന രീതിയിൽ നമ്മൾ വാമിട്ട് കൊടുത്തു. ഇതിൻ്റെ മുകളിൽ റൂട്ട് വരുന്ന രീതിയിൽ നമ്മൾ തൈ വെച്ച് കൊടുക്കുന്നു. നമ്മൾ ഇട്ട് കൊടുത്ത വാമിൻ്റെ പുറത്ത് തന്നെ വരണം ഇതിൻ്റെ റൂട്ട്. ണ്ടോ, വേരുപടലൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടല്ലോ. ഇതിൻ്റെ കാരണവും ഇവർ സീഡ് മുളപ്പിക്കാൻ ഇടുമ്പോൾ വാമും കൂടെ ഇട്ടിട്ടാണ് മുളപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഹെൽത്തി ആയിട്ടുള്ള വേരുപടലം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വിത്ത് മുളപ്പിക്കുന്നതിനും അതുപോലെ തൈ പറിച്ച് നടുമ്പോഴുമൊക്കെ നമുക്കിതുപോലെ വാം ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരും അതുപോലെ ചെടി നല്ല രീതിയിൽ വരികയും ചെയ്യുമേ. പിന്നെ മണ്ണിലുള്ള ഫോസ്ഫറസിനെ ചെടിക്ക് വലിച്ചെടുക്കാൻ പ്രാപ്തമാക്കാനും ഈ വാം സഹായിക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിന് ചെടി നട്ടതിന് ശേഷം ഞാൻ ഈ സ്യൂഡോമോണസ് ആണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ചെടിയുടെ തണ്ടിലും ഇലയിലും എല്ലാം വീഴുന്ന രീതിയിൽ, മുകളിലും താഴെയും എല്ലാം വീഴുന്ന രീതിയിൽ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഒരു 15 ദിവസത്തെ ഇടവേളയിലെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രോഗപ്രതിരോധ ശേഷി ചെടിക്ക് കിട്ടുകയും ചെയ്യുമേ. അതുപോലെ 7 ദിവസം കൂടുമ്പോഴത്തേനും നമ്മുടെ കയ്യിലുള്ള ജൈവവളം ഏതായാലും കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പിന്നെ പൊത ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴവെള്ളം കുത്തി ഒലിച്ച് വീണ് മണ്ണ് ഉറഞ്ഞു പോകുന്നതിന് സാധ്യത കൂടുതലാണ്. വെയിലുള്ള സമയത്താണെങ്കിലും നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ജൈവവളങ്ങളും ജീവാണുവളങ്ങളുമൊക്കെ അതിൻ്റെ ആ ആവാസ വ്യവസ്ഥ ത്വരിതപ്പെടുത്തുന്നതിന് നല്ലൊരു കൂളിംഗ് അറ്റ്മോസ്ഫിയർ അതിന് വേണം. പൊതയൊക്കെ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അതിന് ആവാസ വ്യവസ്ഥ കിട്ടത്തുള്ളൂ. അപ്പം സെറാമുളക് നിങ്ങൾ നടുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുക. നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് ലഭിക്കും. അതായിരുന്നു നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.